എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്കറിയാം കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന വിദ്യാർത്ഥികളും പേരൻസും ഒക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. നമ്മുടെ പേജസിലൂടെ നമ്മൾ തരുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കോണ്ടന്റുകളായിരിക്കും, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ വീഡിയോസിലൂടെ തരുന്നത്. ഒപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം, എങ്ങനെ എളുപ്പത്തിൽ മാർക്ക് നേടാം, ഓരോ സബ്ജക്റ്റിനും ഏത് രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത്, പിന്നെ നോട്ട്സുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പഠനത്തിൽ ഓരോ സബ്ജക്റ്റിലും എങ്ങനെ എളുപ്പത്തിൽ മാർക്ക് നേടാം എന്ന് കാത്തിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മോട്ടിവേഷൻസും എല്ലാ ടിപ്സുകളും നമ്മുടെ പേജസിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരുടെയും കൺസേൺ, ടെൻഷൻ ഓണം എക്സാമിനെ പറ്റിയിട്ടാണ് അല്ലേ? ഗവൺമെന്റ് നിലവിൽ ഓണം എക്സാമിന്റെ ടൈം പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 13 മുതലാണ്. പക്ഷേ നമുക്കറിയാം കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. മഴക്കെടുതി, അതുമായി ബന്ധപ്പെട്ട് മഴ അവധികൾ വരുന്നു. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്കൂളുകളിലെ അധ്യാപകർക്ക് സെൻസസ് ഡ്യൂട്ടി കൂടി അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ അധ്യാപകർക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓണപരീക്ഷ വരെയുള്ള പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ നിരവധി അധ്യാപക സംഘടനകൾ, പ്രത്യേകിച്ച് NTU അടക്കമുള്ള അധ്യാപക സംഘടനകൾ ഗവൺമെന്റിനോട് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. അതായത് ഓണം എക്സാം സെപ്റ്റംബറിലേക്ക് നീട്ടുവാനും, അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എക്സാം മാറ്റുക എന്നുള്ളൊരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അധ്യാപകർ ഈ ഒരു കാര്യം, അധ്യാപക സംഘടനകൾ ഗവൺമെന്റിനോട് ഈ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു അപ്ഡേഷനെ പറ്റിയിട്ടാണ്. നിലവിലെ ഗവൺമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നിലവിലെ ഗവൺമെന്റിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13 തന്നെ ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിലവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ അധ്യയന വർഷത്തെ ക്രമീകരണങ്ങളൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ എക്സാമിന്റെ ടൈം ടേബിൾ അങ്ങോട്ട് മാറുകയാണെങ്കിൽ, അതായത് അടുത്ത മാസത്തിലേക്ക് മാറുകയാണെങ്കിൽ, അധ്യയന വർഷത്തെ ക്രമീകരണങ്ങളൊക്കെ തന്നെ താളം തെറ്റുവാൻ കാരണമാകും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഓണപരീക്ഷ നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടത്തുവാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ മഴക്കെടുതി ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ മക്കളെ, സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. ഈ ഓണം എക്സാം ഇങ്ങനെ നടന്നില്ലെങ്കിൽ, അല്ലെ, ഈ ഓണം എക്സാം നടന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? നമുക്കറിയാം, നമുക്കിനി ഓണം അവധിയാണ് വരുന്നത്. ഒരു 10 ദിവസം നമുക്ക് ഓണം അവധിയാണ് വരുന്നത്. അപ്പൊ ഈ ഓണം അവധിക്ക് നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് നമുക്ക് ഉണ്ടായിരിക്കില്ല. പഠിക്കുവാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുവാനൊന്നും നമുക്ക് കഴിയണമെന്നില്ല. അപ്പോൾ ഗവൺമെന്റ് ഈ പാഠഭാഗങ്ങൾ ഒന്ന് വെട്ടിച്ചുരുക്കി നമുക്ക് ഈ ഓഗസ്റ്റ് 13 തന്നെ എക്സാംസ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ഓണം എക്സാം അങ്ങനെ കംപ്ലീറ്റ് ആകുകയും നിങ്ങൾക്ക് ഓണം അവധി ആഘോഷിക്കുവാനും അതിനുശേഷമുള്ള ടൈം, അതായത് സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ ഓണപരീക്ഷയുടെ പേപ്പറുകളൊക്കെ ലഭിക്കും. നിങ്ങൾക്ക് അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഇനി ഈ ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അതായത് 10ാം ക്ലാസ്, +1 +2 വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, ഇവർക്കും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഓണപരീക്ഷ നടന്നില്ലെങ്കിൽ ഈ ഡേറ്റ് ഇങ്ങനെ നീളും. അപ്പോൾ എക്സാംസിന്റെ കാലാവധി നീളും. എക്സാംസ് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് പരീക്ഷ വരുന്നുണ്ട്. നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ 10ാം ക്ലാസ്സിലെയും +1ലെയും +2ലെയും ഒക്കെ മക്കൾ ഓണപരീക്ഷ, ഓണാവധി, ഇതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നിങ്ങൾ പഠിച്ചു പൊക്കോളുക. കാരണം നിങ്ങൾക്ക് മെയിൻ എക്സാം ആണ് നമ്മുടെ ലക്ഷ്യം. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് ഓണപരീക്ഷ നടക്കുകയാണെങ്കിൽ, ഓണപരീക്ഷയുടെ പേപ്പർ കിട്ടി നമുക്ക് മാർക്ക് കുറഞ്ഞ ഭാഗങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ പോർഷൻസ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ടൈം നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഓണം എക്സാം എല്ലാ വിദ്യാർത്ഥികളും 1 മുതൽ +2 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യസമയത്ത് തന്നെ ഓണപരീക്ഷ നടക്കുന്നതാണ് ഏറ്റവും ഉചിതം. പാഠഭാഗങ്ങൾ കുറച്ചുകൂടെ വെട്ടിച്ചുരുക്കിയാൽ നിങ്ങൾക്ക് അത്രയും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. ഇനി അതിനെല്ലാം അപ്പുറത്തേക്ക് നിങ്ങൾ പാഠഭാഗത്തെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവണ്ട. കാരണം നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള അത്രയും ഭാഗം മാത്രം നിങ്ങൾ പഠിക്കുക. അപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അതിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ തരികയോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എഴുതണ്ടെന്ന് പറയുകയോ ഉള്ള സിസ്റ്റങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ച് ഉറപ്പുവരുത്തുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക്
പരീക്ഷ എഴുതുക. ടെൻഷനൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് പോയി നിങ്ങൾ പരീക്ഷ എഴുതുക. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് അധ്യാപകർക്കും നിങ്ങളുടെ പേരൻസിനും ഒക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവാതെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പോർഷൻസ് വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി കൂടുതൽ അപ്ഡേഷൻസ് കൃത്യമായിട്ട് വരുന്ന മുറയ്ക്ക് നമ്മൾ നിങ്ങളിലേക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം എത്തിക്കുന്നതായിരിക്കും. അതുവരെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. എല്ലാ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ബൈ ബൈ.